മൂന്നാഴ്ചയിലേറെയായി കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനകൾ നാളെ വൈകിട്ടോടെ വന്നു തുടങ്ങും. ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നാളെ പൂർത്തിയാവുന്നതോടെ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ നാളെ വൈകിട്ട് 6:30 മുതൽ പുറത്തുവിടും. കേരളം അടുത്ത 5 വർഷം ആര് ഭരിക്കുമെന്നതിന്റെ ദിശാസൂചകമായി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാറും. തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നതിനാൽ 29-ന് വൈകിട്ട് 6 വരെ എക്സിറ്റ് പോളുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയിരുന്നു. മെയ് 4-നാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നത്. ഇരു മുന്നണികളും വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആർക്കും അക്കാര്യത്തിൽ വല്ലാത്ത ഉറപ്പില്ല. നാളത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് അതിസൂക്ഷ്മമായ കൃത്യത ഇല്ലെങ്കിലും വോട്ടർമാരുടെ മനസ്സ് എങ്ങോട്ടാണെന്ന സൂചന അത് നൽകാറുണ്ട്. സ്ത്രീകളും യുവാക്കളും വൻതോതിൽ വോട്ട് ചെയ്ത ജനവിധി, അതായത് ഇത്തവണത്തെ ജനവിധി ആർക്കൊപ്പം എന്നതിന്റെ സൂചനയായി എക്സിറ്റ് പോൾ ഫലങ്ങൾ മാറുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ ഏജൻസികളുടെ എക്സിറ്റ് പോളുകളേക്കാൾ ഉത്തരേന്ത്യൻ ഏജൻസികൾ നടത്തുന്ന എക്സിറ്റ് പോളുകൾ മുൻകാലങ്ങളിൽ യഥാർത്ഥ ഫലത്തോട് അടുത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോളാണ് ഇതിൽ മുന്നിലുള്ളത്. വോട്ടെണ്ണലിന് ശേഷിക്കുന്നത് ഇനി 5 ദിവസം മാത്രമാണ്. എല്ലാ പഴുതുകളും അടച്ച് വോട്ടുകളുടെ കണക്കെടുപ്പ് ഒരാവർത്തി കൂടി നടത്തി ഫലം കാത്തിരിക്കുകയാണ് മുന്നണികൾ. ഭരണം തങ്ങൾക്കെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDFും UDFും. നിലവിൽ നിയമസഭയിൽ അക്കൗണ്ട് ഇല്ലാത്ത BJP ഇക്കുറി 2 അതിലധികമോ സീറ്റുകളുമായി സാന്നിധ്യം അറിയിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. നേമം, ചാത്തന്നൂർ, മഞ്ചേശ്വരം, കഴക്കൂട്ടം അടക്കം സീറ്റുകളിൽ BJP വിജയപ്രതീക്ഷയിലാണ്. അതേസമയം 3ാം തുടർഭരണമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. LDF 3ാമതും ഭരണത്തിലെത്തിയാൽ ബംഗാളിലെ സ്ഥിതി ആവർത്തിക്കുന്നതാകും ജനവിധി. 90 സീറ്റുകൾ വരെ തങ്ങൾക്ക് ലഭിച്ചേക്കാമെന്നാണ് ഇടത് മുന്നണിയുടെ വിലയിരുത്തൽ. 75-നും 80-നും ഇടയിൽ സീറ്റുകൾ കിട്ടുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ട്. 100 സീറ്റിലേറെ നേടി അധികാരത്തിൽ വരുമെന്ന് VD സതീശൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത്രയും സീറ്റുകൾ കിട്ടുമെന്ന് മുന്നണി നേതാക്കൾക്ക് ഉറപ്പുപോരാ. 85 വരെ സീറ്റുകൾ കിട്ടുമെന്നാണ് പൊതുവിലെ വിലയിരുത്തൽ. 100-ലേറെ സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വെല്ലുവിളി. UDFന് ഇക്കുറി അധികാരത്തിൽ തിരിച്ചെത്താനായില്ലെങ്കിൽ സംസ്ഥാനത്ത് പിന്നെ തലപൊക്കാൻ പ്രയാസമാവും. കോൺഗ്രസിന് മാത്രമല്ല ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു ഇത്തവണത്തേത്. 100 സീറ്റ് കിട്ടിയില്ലെങ്കിലും ഭേദപ്പെട്ട മാർജിനിൽ അധികാരം കിട്ടിയാൽ വിജയത്തിന്റെ സൂത്രധാരൻ എന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവിന് വനവാസം ഒഴിവാക്കാൻ സാധിക്കും. നിലവിൽ LDFന് 99 സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ PV അൻവർ പിന്നീട് രാജിവെച്ചു. തൊണ്ടി മുതൽ തിരുമറി കേസിൽ ആന്റണി രാജു അയോഗ്യനായി. CPMന് മാത്രം 62 സീറ്റുകളുണ്ട്. 5 CPM സ്വതന്ത്രരുണ്ട്. CPIക്ക് 17-ഉം കേരള കോൺഗ്രസ് എമ്മിന് 5-ഉം ജനതാൾ എസിനും NCPക്കും 2 വീതം സീറ്റുകളാണ് ഉള്ളത്. UDFനാകെ സീറ്റുകളുടെ എണ്ണം 41-ആണ്. കോൺഗ്രസിന് 21-ഉം ലീഗിന് 15-ഉം കേരള കോൺഗ്രസിന് 2 സീറ്റുകളാണുള്ളത്. ശക്തമായ 3ാം ബദലായി മാറുമെന്ന് ആവർത്തിക്കുന്ന BJP നിയമവും അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും സീറ്റുകളും പിടിച്ച് നിയമസഭയിൽ സാന്നിധ്യം അറിയിക്കാനുള്ള സാധ്യതയും ഏറെയാണ്.